ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇപ്പോഴാണ് ഇവിടെ നല്ല ചെറുതായിട്ട് മഴയെല്ലാം പാറുന്നുണ്ട്. അപ്പം ഞാൻ എണീച്ച പാടെ തണുപ്പല്ലായിട്ടാണ് എനിക്കാണെങ്കിൽ തോന്നില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മുറ്റത്തോട്ട് ഇറങ്ങാം. മുറ്റത്താണെങ്കിൽ മഴയും ഇങ്ങനെ നോക്കിക്കൊണ്ട് എന്താ ചെയ്യേണ്ടത് എനിക്ക് തന്നെ തിരിയില്ല. അപ്പോൾ നമ്മൾ അത്തമെല്ലാം തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഇന്ന് ഞാനന്ന് പൂടുന്നത് ഗൈസ്. അപ്പോൾ എനിക്ക് അങ്ങനെ പൂടാന്ന് അറിഞ്ഞൂടാ, ചെറുതായിട്ടെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ മുറ്റത്തുള്ള കുഞ്ഞു കുഞ്ഞു പൂവെല്ലാം ഇതേപോലെ പറിച്ചെടുക്കാൻ വേണ്ടി പോകുന്നു. കണ്ടാ, ഇതെന്ന് പറയുമ്പം ഇവിടെ മുറ്റത്ത് നമ്മളെ നടുന്നൊന്നുമില്ല ഗൈസ്, കണ്ടാൽ തിരിയും കാട് പോലെ ഉണ്ട്. അപ്പം അതെല്ലാം ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് പറിച്ചെടുക്കുന്നുണ്ട്. ഇതല്ലാണ്ട് കുറേ പറിച്ച് വെക്കണം എന്നെല്ലാം ഉണ്ട്. പക്ഷെ ഒരു കയ്യിൽ ഫോണായതുകൊണ്ട് പറിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനി പറിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഇത്രയും പൂക്കളെ ഞാൻ പറിച്ചിട്ടുള്ളൂ, കാരണം രണ്ടാമത്തെ ദിവസമല്ലേ, അപ്പോൾ ഇത്രയേ വേണ്ടൂ. അപ്പോൾ ഞാനിനി പൂക്കളം ഇടാൻ പോവാണ് ഗൈസ്. ശേഷം ഞാനിതാ ഇറയത്താണ് നമ്മൾ ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ ഞാൻ ചവിട്ടിയെല്ലാം അങ്ങോട്ട് മാറ്റി ഇട്ട്, പിന്നെ എൻ്റെ ഒരു ഉദ്ദേശത്തിൽ മനസ്സിലൊരു ഊഹം നടുക്ക് റോസാപ്പൂ വെച്ച് ബാക്കിയെല്ലാം അതിൻ്റെ സൈഡിലോട്ട് ഇടാനാണ് ഗൈസ്. എന്തെല്ലോ ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഇടുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതേ റോസാപ്പൂ അതേപോലെ തന്നെ വെച്ച്, പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കളെല്ലാം പറിച്ച് ഇങ്ങനെ വെച്ച് വെക്കുകയാണ്. എനിക്കൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഗൈസ് ഇടുന്നത്, എങ്ങനെയാവുന്നതെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ ആരും ഇറയത്തില്ലാത്ത സമയത്താണ് വേഗം ഇടുന്നത്. ഇപ്പോൾ നല്ല മഴയുണ്ട്, അതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു ഗൈസ്. എണീച്ച പാടെ ഇറയത്ത് നല്ല തണുപ്പത്ത് വന്നിട്ടാണ് പൂടുന്നത്. അപ്പോൾ നമുക്കിനി പൂവുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ ഗൈസ്, ഒരു ചെറിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് പറയണേ. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടമായി. ഞാൻ നമ്മൾ ഈ കൊല്ലം ആദ്യമായിട്ട് ഇട്ടപ്പം എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. അപ്പോൾ നടുക്ക് റോസാപ്പൂ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കുഞ്ഞിതാണ് നമ്മൾ എല്ലായിടത്തും ഇടുന്നത് കേട്ടോ ഇപ്പോൾ. പിന്നെ ഇന്നാണ് നമ്മളെ സ്കൂളിലെ ഓണപ്പരിപാടി കേട്ടോ. അപ്പോൾ ഓണപ്പരിപാടി ആയതുകൊണ്ട് ഞാൻ പാവാട തേക്കില്ലേനും. ഞാൻ തേച്ചാൽ ഇന്നൊന്നും കഴിയില്ല അറിഞ്ഞുകൊണ്ട് അമ്മ വന്നിട്ട് വേഗം തേച്ച്, അമ്മ വേഗം തന്നെ തേച്ച് കഴിഞ്ഞ് എല്ലാം. അമ്മ ഇതാ എൻ്റെ ബ്ലൗസും പാവാടയും എല്ലാം തേച്ച് കഴിഞ്ഞ്, പിന്നെ നമ്മൾ കുറച്ച് മേക്കപ്പ് ചെയ്ത് ഇതിനകത്ത് കാണിക്കുന്നില്ല അത്രയും, കാരണം അത്ര ഇതില്ലല്ലോ. അതുകൊണ്ട് വേഗം ഞാൻ ക്രീം തേക്കുന്നത് മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ വേഗം തന്നെ ചെയ്ത് കണ്ണെഴുതി പൊട്ടോട്ട് കുറച്ച് കൂടുതൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഗൈസ്. ആകെ കിട്ടുന്നൊരവസരമല്ലേ, അതുകൊണ്ട് കുറച്ചധികം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം ചെയ്യുന്നത് ക്രീം തേക്കുന്നതാണ്, അതെല്ലാം കഴിഞ്ഞ് ഗൈസ്. പിന്നെ എന്ന് പറയുമ്പം ലാസ്റ്റ് ഇങ്ങനെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ സ്കൂളിൽ പോട്ടെ, ബൈ.